ഈ കളയാൻ വെച്ചിരുന്ന വേസ്റ്റ് പേപ്പർ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഭംഗിയുള്ള ടെക്സ്ചർ പേപ്പർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പേപ്പർ റീസൈക്കിൾ ചെയ്യാന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് ടു ഡു ലിസ്റ്റിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇത് ചെയ്യാൻ കുറേ പണിയാണെന്ന് വിചാരിച്ചിട്ട് മോൾഡൊക്കെ ഉണ്ടാക്കേണ്ടത് ആലോചിച്ചിട്ട് ഞാൻ അത് അങ്ങനെ വിട്ടു. എനിക്ക് സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പർ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ മോൾഡൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ തന്നെയുള്ള അരിപ്പ വെച്ചിട്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം സെറ്റ് ആവും പേപ്പർ എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റിന് നൈസായിട്ട് പാളി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു. ഇതും കൂടെ ശരിയായില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തതൊക്കെ വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കെ നമ്മൾ സെക്കൻഡ് ട്രൈയിൽ അടിപൊളിയായിട്ട് വന്നു. ഇനി അങ്ങോട്ട് കുറേ പേപ്പേഴ്സ് ഉണ്ടാക്കൽ തന്നെയായിരുന്നു പണി. ഉണ്ടാക്കി ക്ലോത്ത് ഒക്കെ തീർന്നു. അപ്പോൾ പിന്നെ കാർഡ് ബോർഡിലും കൂടെ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. കാർഡ് ബോർഡിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയണല്ലോ. ഡ്രൈ ആയ ശേഷം കാർഡ് ബോർഡിൽ ചെയ്തത് എങ്ങനെയുണ്ടെന്നായിരുന്നു ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ലോത്തിൽ ചെയ്തതും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗ്ലിറ്റർ ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ പേപ്പർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത്രയും പേപ്പേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. കുറച്ചെണ്ണത്തിന്റെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. അതുപോലെ എഴുതിയിട്ട് എങ്ങനെയുണ്ടെന്നോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.